DJi OM5 എന്ന് പറയുന്ന ഒരു ഗിംബലാണ്. അത്യാവശ്യം ഏറ്റവും നല്ല ക്വാളിറ്റി ഗിംബൽ തന്നെയാണ് DJiൻ്റെ. അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. സാധാരണ രീതിയിൽ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാംസും ഒരുപാട് വീഡിയോസൊക്കെ ചെയ്യുന്നവർക്ക് ഈ ഒരു ഗിംബൽ വളരെ ഉപകാരമാവും. കാരണം എന്ന് പറയുന്നത് അത്രയും നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ആയിട്ട് എഡിറ്റ് ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് DJi മിമോ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്. നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. DJi OM5 എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കാണാം. നല്ലൊരു ഫോട്ടോയോട് കൂടിയിട്ടാണ് ഇതിൻ്റെ പാക്കിങ്. സൈഡിലായിട്ട് ഇതുപോലൊരു 3 ഫോട്ടോ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇതിൽ ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ തന്നെ ആക്റ്റീവ് ട്രാക്കിങ്ങും അതുപോലെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ന് പറയുന്നത് ഈ ഒരു ബോക്സിൽ വരുന്ന എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളതാണ്. ഇതിൻ്റെ കൂടെ ഒരു ട്രൈപോഡ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ USB-C ടൈപ്പാണ് കേബിൾ. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആപ്പ് സ്റ്റോറിലും അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ നിന്നും നമുക്ക് DJiൻ്റെ മിമോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അത് ഡൗൺലോഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്. ഓൾറെഡി അൺബോക്സ് ചെയ്തതാണ്, എങ്കിലും വീഡിയോന് വേണ്ടി ഒന്നുകൂടെ അൺബോക്സ് ചെയ്യാണ്. ഇത് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, മാനുവലായിട്ടുള്ള കാര്യങ്ങൾ. ഇതാണ് നമ്മുടെ DJi ഗിംബൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബോക്സിൽ മറ്റു കാര്യം കൂടെ നോക്കാം. ഒരു C ടൈപ്പ് കേബിൾ, അതുപോലെ തന്നെ ഒരു മാഗ്നറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്, ഒരു സ്റ്റിക്കറോടെ. ഇത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. ഐഫോണിന് ഉപയോഗിക്കുന്ന ഒക്കെ കൊടുത്ത കാര്യങ്ങളൊക്കെ കൊടുത്താണെന്നുണ്ട്. അതായത് നമ്മൾ ഇതിൻ്റെ ബാക്ക് ഒരു സ്റ്റിക്കറാണ്. ഇതുപോലുള്ളൊരു കാര്യമാണ്. അതിൻ്റെ താഴെയായിട്ട് സ്റ്റിക്കർ, ഈ ഒരു സ്റ്റിക്കർ ഒട്ടിക്കാനാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ഗ്രിപ്പാണ്. അതായത് നിലത്തുനിന്ന് വീണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഗ്രിപ്പ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൽ വരുന്നത്. ഇനി ഒരു സാധനം കൂടെ ഉണ്ട്. ഇതാണ് ട്രൈപോഡ്. നമ്മൾ അതായത് സ്റ്റാൻഡ് പോലെ നമുക്ക് വീഡിയോ ഒരു സ്ഥലത്ത് നിന്നിട്ടൊക്കെ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഇതിൽ ഫിറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ട്രൈപോഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഫേസ് ട്രാക്കിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ വളരെ ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ്. എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിൽ നിങ്ങൾക്ക് കാണാം, ഇതാണ് ഇതിൻ്റെ ജോയ്സ്റ്റിക്ക് എന്ന് പറയുന്നത്. സൈഡിലേക്കും അതുപോലെ തന്നെ താഴോട്ടേക്കൊക്കെ ആക്കുന്നത്. ഇവിടെ ഓൺ ചെയ്യുന്ന ഒരു ബട്ടൺ കാണാൻ പറ്റും. അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് ഡബിൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 2 പ്രാവശ്യം പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പോർട്രേറ്റ് മോഡും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ ഇടുന്ന രീതിയിലുള്ള ലാൻഡ്സ്കേപ്പ് മോഡിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ്. ചാർജിങ് കാണാൻ പറ്റും. USB-C ടൈപ്പാണ്. പിന്നെ എന്ന് പറയുന്നത് ഇതാണ് ചാർജിങ്ങിൻ്റെ ആ ഒരു ലൈറ്റിങ് വരുന്നത്. എത്രത്തോളം ചാർജ് ഉണ്ടെന്നുള്ളത് നമുക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഇത് മാഗ്നറ്റാണ് ഈ ഒരു ഭാഗം വരുന്നത്. നമ്മളെ ഫോണിലും മാഗ്നറ്റ് ഈ ഒരു രീതിയിൽ ഇത് ഞാൻ ഓൾറെഡി ഫോണിൽ കണക്ട് ചെയ്ത് വെച്ചതുകൊണ്ടാണ് മാഗ്നറ്റ്. ജസ്റ്റ് നമ്മൾ അതുമായിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. നല്ല ഗ്രിപ്പോട് കൂടിയിട്ടുള്ളൊരു മാഗ്നറ്റാണ്. ഫോൺ നിലത്ത് വീണ് പോകുന്നതിനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യാമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ മുകളിലേക്ക് ആക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്കൊരു ചെറിയ ഡോട്ട്സ് കാണാൻ പറ്റും. അതിലേക്കാണ് ഇത് ക്ലിപ്പായിട്ട് നിൽക്കുന്നത്. അതായത് പോക്കറ്റിലേക്ക് ഇടാൻ പറ്റുന്ന. മുകളിലേക്കാക്കി ഒന്ന് സൈഡിലേക്ക് വലിച്ച് നമ്മളൊന്ന് മുകളിലേക്ക് വലിച്ചു കൊടുത്താൽ ഇതുപോലെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് സാമ്പിൾസ് വീഡിയോസും ഫോട്ടോസൊക്കെ കാണിച്ചു തരാം. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്, മിമോ DJi എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് അതിലൊരുപാട് സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് ഈസി ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ യാതൊരു റിസ്ക്കും എടുക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. കുറച്ച് സാമ്പിൾസും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ട്രൈപോഡ് കണക്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റും. ഒരു സ്റ്റാൻഡ് വഴി നമുക്ക് ഒരു സ്ഥലത്ത് നിന്നിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് നമുക്ക് സെൽഫി സ്റ്റിക്ക് പോലെ കുറച്ചുകൂടെ മേലോട്ടേക്ക് നമുക്ക് ഉയർത്താൻ പറ്റും. ആ ഒരു ഇതുകൂടെ കാണിച്ചു തരാം. ഇതുപോലെ നമുക്ക് ഇതിൻ്റെ അതായത് ഉയരം കൂട്ടാൻ പറ്റും. നമുക്ക് ഒരു സ്ഥലത്തൊക്കെ നിന്നിട്ട് വീഡിയോ ചെയ്യുന്നതാണെങ്കിൽ ഇത് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. വലിയൊരു ഹൈറ്റൊന്നുമില്ല, ഈ ഒരു രീതിയിലുള്ള ഹൈറ്റ് മാത്രമാണ്. എങ്കിലും നമുക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് വീഡിയോ എടുക്കാനൊക്കെ ഈ ഒരു ഗിംബൽ സഹായിക്കും.